ബേസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ തരം ബേസ്, എന്തൊക്കെ തരം ബേസ് ഉണ്ട് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുന്നതല്ലാണ്. അപ്പോൾ ഒരു സബ് ഊഫർ, ഇതൊരു സബ് ഊഫറാണ്. ഈ സബ് ഊഫർ 12 ഇഞ്ച് സബ് ഊഫർ. അത് നമ്മൾ ഇപ്പോൾ സർവീസ് ചെയ്ത് കൊണ്ടുവന്ന പേപ്പർ വെറ്റ് അത്യാവശ്യം ചിലപ്പോൾ ഒന്നും കേൾക്കുന്നില്ല, കുഴപ്പമില്ല, ആവറേജ് ആണ്, നല്ല എഫക്റ്റ് ആണ് തോന്നുന്നത്. ഇനി ബാക്കി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും. അതായത് ബോക്സിൽ കയറ്റി നമ്മൾ ഒക്കെ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ ഇങ്ങനെ ഒരു സബ് ഊഫർ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളപ്പോൾ ആ സബ് ഊഫറിന്റെ അകത്തേക്ക് നല്ലൊരു പെർഫെക്റ്റ് ആമ്പ് കൊടുത്ത്, അപ്പൊ നിങ്ങളിപ്പോ ഇതുപോലെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒക്കെ ചെയ്ത് നല്ല സബ് ഊഫർ, നല്ല ബോക്സ്, ഒന്നിലും ഒരു പിസ്ക് കാണിക്കാതെ നിങ്ങൾ അത് ചെയ്തു എന്ന് വിചാരിക്കുക. അത് ചെയ്ത് കൊണ്ടുപോയിട്ട് നിങ്ങൾ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് അത് ബോറാണെങ്കിൽ അത് വല്ലാത്തൊരു മാനസിക വിഷമാണ്. അപ്പൊ അതിന് കാരണം പലതും ഉണ്ട്. ഒന്നുകിൽ ഈ വൂഫറും ഈ ആംപ്ലിഫയറുമായിട്ടും മാച്ച് ആവാം. അതായത് ഓംസിലോ വാട്സിലോ ഫ്രീക്വൻസിയിലോ ഇതിൻ്റെ ഉള്ളിലോ ക്രോസ് ഓവറിലോ എന്തോ ഒന്നും മാച്ച് ആവാം. അതല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫയൽ അതിന്റെ ലെവലിനനുസരിച്ചിട്ട് നമ്മളെ ലെവൽ സെറ്റ് ചെയ്യാത്തതിന് കുഴപ്പം. പിന്നെ പതറിച്ച മറ്റേതൊക്കെ ഡിഫക്റ്റ് ആണ്. അതൊക്കെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് അല്ലെങ്കിൽ പിന്നീട് വരുന്ന ഡിഫക്റ്റ് ആണ്. പതറിച്ച, ഡിസ്റ്റോർഷൻ, നോയ്സ് അതൊക്കെ ഡിഫക്റ്റ് ആണ്. അതൊക്കെ കംപ്ലൈന്റ് ആണ്. അതൊക്കെ ക്യൂർ ചെയ്യാം, അതൊക്കെ ക്ലിയർ ചെയ്തെടുക്കാം. അതേസമയം ഈ തരം വർക്കിംഗ് ഇല്ലായ്മ, ബേസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞുകൂടാ, അതൊരു കൃത്യമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു കാരണമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. 2 തരത്തിൽ. ഒന്നുകിൽ ഇത് തമ്മിൽ ക്രോസ് ഓവറിന്റെ ഫ്രീക്വൻസിയും ഈ സബ് ഊഫറിന്റെ ഫ്രീക്വൻസിയും ആ ട്യൂൺഡ് ഫ്രീക്വൻസിയും സീൽഡ് അല്ലെങ്കിൽ ആ ട്യൂൺഡ് ഫ്രീക്വൻസിയും തമ്മിൽ മാച്ച് ആവാത്തതാണ് ഒരു കാരണം. രണ്ടാമത് നമ്മൾ സെറ്റ് ചെയ്യുന്നതിന്റെ ലെവൽ കൃത്യമല്ലാത്തതാണ് ഒരു കാരണം. അപ്പൊ ഞാനിവിടെ 2-3 മ്യൂസിക് എടുത്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ചില ലെവൽസ് ഞാൻ വ്യത്യാസം വരുന്നത് ഒരേ ലെവലിൽ തന്നെ ഞാൻ കാണിച്ചു തരാം, ജസ്റ്റ് ഫോർ എക്സാമ്പിൾ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. അതായത് പലരും എന്നോട് വിളിച്ചിട്ട് പരാതി പറയുന്നത്, അതായത് ഇന്നലെ വരെ ഇവിടെ ആംബായിട്ട് കൊണ്ടുപോകുന്നുണ്ട്, പുറത്തുണ്ട്. വ്ളോഗ് ചാനൽ കാണാത്തവരുണ്ട്, ഒന്ന് കണ്ടു നോക്കുക. അതിനകത്ത് ഞാൻ ഓരോ കസ്റ്റമേഴ്സ് കൊണ്ടായിരുന്നു ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്. കാരണം അത് നമ്മൾ ഈ ടെക് ചാനലിൽ കാണിക്കാൻ ആയിട്ടില്ല, അത് ഒരു താല്പര്യക്കുറവ്. ഇതെല്ലാം വളരെ കറക്റ്റ് സത്യസന്ധമായ കാര്യങ്ങളാണ്. അതായത് ഒരു പാട്ട് ഞാൻ കേട്ടോണ്ടിരിക്കുമ്പോൾ ആ പാട്ട് മാറ്റി മറ്റൊരു പാട്ട് വെക്കുമ്പോൾ എനിക്ക് ബേസ് ഇല്ല എന്നാണ് പരാതി. ആംപ്ലിഫയറിന്റെ ആവാം, ബൂഫർസ് ഞാൻ ഇപ്പോൾ പറഞ്ഞ മാച്ചിങ് ഇല്ലായ്മ ആവാം, ക്രോസ് ഓവറിന്റെ ആവാം. ആ ഫയൽ പ്ലേ ചെയ്യാൻ വേണ്ടി ഇവിടെ ചെയ്ത സെറ്റിങ്സിന്റെ കുഴപ്പമാവാം. ഈ സെറ്റിങ്സിനെ പറ്റി 2-3 വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഒന്നുകൂടി പറയാം. ഇപ്പൊ ഞാൻ ആംപ്ലിഫയർ ഓൺ ആക്കിയിട്ടുണ്ട്. ഇത് മിനിമത്തിലുള്ള വോളിയം. ഇപ്പൊ ഞാൻ ഈ ആംബ് ചെക്ക് ചെയ്തിരുന്നപ്പോൾ ഇതിന്റെ അല്ല, ഇത് കസ്റ്റമർ കൊണ്ടുവന്നാണ്. അപ്പൊ ഇത് ഞാൻ രണ്ടാമത് ചെക്ക് ചെയ്തിരുന്നപ്പോ എനിക്ക് കൃത്യമായിട്ട് ഈ റൂമിലേക്കും ഞാൻ വെക്കുന്ന പാട്ട് ഇതിന്റെ ചാനൽ ടോപ്പ് സ്പീക്കറില്ലേ, ചാനൽ സ്പീക്കർ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, അതിനോട് മാച്ചിങ് ആയിട്ട് കിട്ടുന്ന ഒരു ലെവലിലാണ് ഇപ്പൊ സബ് ഊഫറിന്റെ നോബ് ഞാൻ വെച്ചിട്ടുള്ളത്. അതായത് ലെവൽ വെച്ചിട്ടുള്ളത്. ക്രോസ് ഓവർ ലെവൽ ഇതിനകത്തില്ല. സോ ക്രോസ് ഓവർ ലെവൽ നമ്മൾ ഫ്രീക്വൻസി ഇതിനകത്ത് ഇതിന്റെ മുകളിൽ ട്യൂൺ ചെയ്ത് വെച്ചേക്കാണ്. അതായത് നമ്മുടെ ക്രോസ് ഓവർ ബോർഡിന് മുകളിൽ, സബ് ഊഫർ ഫിൽറ്ററിന് മുകളിൽ. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മളിപ്പോ ഒരു 5-6 മ്യൂസിക് ഉണ്ട്. പെട്ടെന്ന് ഇട്ടും പോവാതെ ഒന്ന് കേട്ട് നോക്കുക. എല്ലാവരും ഇയർഫോൺ ഉപയോഗിച്ചാൽ വളരെ നല്ലത്. അത് യഥാർത്ഥ ഇവിടുത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഏകദേശം അറിയാൻ പറ്റും. അപ്പൊ ഞാൻ ഫസ്റ്റ് മ്യൂസിക് നമ്മൾ ഇതിനു മുമ്പ് ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന മ്യൂസിക്കാണ്, അതൊന്ന് പ്ലേ ആക്കാം. ഞാൻ ഈ ജനാലയൊക്കെ സീൽ ചെയ്തിരുന്നു. അപ്പൊ ഇവിടെ ഒരു ഇതുണ്ട്, ഷെൽഫ്, അതിന്റെ ഗ്ലാസ് അടിക്കും. അപ്പോ ആ കേട്ട ഒരു ആ ബേസ് പ്ലേ ചെയ്ത് ഞാൻ മുമ്പ് ഒരു 6 മ്യൂസിക് ടെസ്റ്റ് ചെയ്തതിന്റെ ലെവലിലാണ് അത് പ്ലേ ചെയ്തിട്ടുള്ളത്. ഇനി മറ്റൊരു മ്യൂസിക് പ്ലേ ആക്കാം. അതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന മ്യൂസിക്കുകളാണ്. അതായത് NCS മ്യൂസിക് എന്ന് പറഞ്ഞിട്ടുള്ളതിലും അതല്ലാതെ യൂട്യൂബിലെ ചില വീഡിയോസും ഉണ്ട്. ആ ബേസ് ലെവലും ശ്രദ്ധിച്ചോളാം, മിക്കവാറും വേരിയേഷൻ ഉണ്ടാവും. ഒരു തരം റോക്ക് മ്യൂസിക് ആണ്, NCS മ്യൂസിക്കിൽ വരുന്ന റോക്ക് മ്യൂസിക് ആണ്. ഞാൻ ഉപയോഗിച്ച മ്യൂസിക്കിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതുപോലെയാണോ കിട്ടുന്നത്.
അപ്പോൾ രണ്ട് മ്യൂസിക് ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്തില്ലേ, അതായത് ആദ്യം പ്ലേ ചെയ്ത് അതേ മ്യൂസിക് ലെവലിൽ വെച്ചിട്ട് അതേ ബേസ് ലെവൽ വെച്ചിട്ട് രണ്ടാമത് പ്ലേ ചെയ്തപ്പോൾ നമുക്ക് ലേശം കുറവായിട്ടാണ് കാണുന്നത്, ലേശം കൂട്ടേണ്ടി വന്നു. ഞാൻ ഇവിടെ കൂട്ടി കൊടുത്തപ്പോഴാണ് എനിക്ക് ആ പഴയ ലെവലിലേക്ക് കിട്ടിയത്. അതായത് ആദ്യം പ്ലേ ചെയ്ത മ്യൂസിക് കുറച്ച് ഗെയിൻ കൂടിയ ടൈപ്പാണ്, അതായത് അതിന്റെ ഔട്ട്പുട്ട് ലെവൽ കുറച്ച് ഗെയിൻ കൂടിയ ടൈപ്പാണ്. അത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് നല്ല ഔട്ട്പുട്ട് ലെവലിലാണ്. അതായത് അത്യാവശ്യം ഇപ്പം നമ്മളതിന്റെ ഗ്രാഫ് ലെവൽ നോക്കുകയാണെങ്കിൽ അത് പീക്ക് ടു പീക്ക് ഇങ്ങനെ നല്ല കൃത്യമായിട്ടുള്ളതാണ്. അപ്പൊ ആ ടൈപ്പുള്ള ഒരു ഫയല് നമ്മളെ ലാപ്ടോപ്പിൽ നിന്ന് പ്ലേ ചെയ്ത ഒരു ഔട്ട്പുട്ടാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത്. അത് നമ്മുടെ JBL ഒരു 1100 എന്ന് പറഞ്ഞ ഒരു സബ് ഓഫർ ഉണ്ട്, അതിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഡബിൾ സബ് ഓഫർ ഉണ്ട് ഇവിടെ, മറ്റൊരു സബ് ഓഫറിലും കൂടി സീരീസ് ചെയ്തിട്ടാണ് ഈ ആമ്പ് കണക്ട് ചെയ്തിട്ടുള്ളത്. 10 ഇഞ്ചിന്റെ ചാനൽ ബോക്സ് ആണ് കൊടുത്തിട്ടുള്ളത്, അതൊന്നും ഇവിടെ പ്രാധാന്യമില്ല. പക്ഷെ നമ്മൾ കേൾക്കുന്നത് ഈ രീതിയിൽ ഇത്തരം ഒരു ഹാർഡ്വെയർ കൂടിയാണ്. ഇങ്ങനെ ഒരു ഫയൽ ആദ്യം കേട്ടതും രണ്ടാമത് കേട്ടതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക. ഹൈ ക്വാളിറ്റി ഡേറ്റൺ ഓഡിയോയുടെ സബ് ഓഫർ ഉള്ള ഒന്ന് JBL ഉള്ളത്, ക്വാളിറ്റിന്റെ കുറവല്ല അവിടെ. ഇവിടെ കുമാർ ഓഡിയോയിൽ ചെയ്ത VI ഓഡിയോ ഫിൽട്ടർ ഇട്ട് നല്ല ടോറോയിഡ് ട്രാൻസ്ഫോമർ വെച്ച് ചെയ്ത ആമ്പാണുള്ളത്, ലോക്കലായിട്ട് ചെയ്തതല്ല. അതിന് വേണ്ട എല്ലാ സാധനവും ഇവിടെ കിട്ടുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് മ്യൂസിക് പ്ലേ ചെയ്തപ്പോൾ നല്ല എഫക്റ്റും ഉണ്ടായിട്ടുണ്ട്, പക്ഷെ രണ്ടാമത്തെ മ്യൂസിക്കിന് ഡ്രോപ്പ് ആണ്. അപ്പൊ നമ്മൾ ഗെയിൻ കൂട്ടേണ്ടി വന്നു. അപ്പൊ അത് ആമ്പിന്റെ കുഴപ്പമായിരിക്കും, സബ് ഓഫറിന്റെ കുഴപ്പമായിരിക്കും, അല്ല അത് ഉണ്ടാക്കിയ ആളുടെ കുഴപ്പമായിരിക്കും. ഉണ്ടാക്കിയ ആളെ കുഴപ്പമെന്ന് പറയുന്ന പലരും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ഉണ്ടാക്കുന്നതിന് കുഴപ്പമില്ല, ഇത് എല്ലാം മാച്ച് ചെയ്ത് വരുന്നത് വളരെ പ്രയാസമാണ്. നമ്മൾ പലപ്പോഴും നമ്മളെ ഗെയിം ലെവലിൽ കളിക്കേണ്ടി വരും, അങ്ങനെയാണ് ഉണ്ടാവുക. ഇനി വേറെ 2 മ്യൂസിക്കും കൂടി ഉണ്ട്, അത് ഞാൻ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. നെക്സ്റ്റ് പ്ലേ ആക്കുന്നത് ഒരു DJ മിക്സ് ആണ്, നമ്മുടെ ഡേവിഡ് ഗെറ്റയുടെ DJ മിക്സ് ആണ്, മിയാമി അൾട്രാ മ്യൂസിക് ഫെസ്റ്റിവൽ 2023. അപ്പൊ അതിലെ ഒരു ചെറിയ ബിറ്റാണ്, കാരണം പണി കിട്ടും, കോപ്പിറൈറ്റ് പണി കിട്ടും. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്ലേ ആക്കാം, കാരണം അത് ഒരുപാട് നമ്മളെ ചെക്കന്മാർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഈ DJs. അപ്പോൾ അങ്ങനത്തെ റീമിക്സുകൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ലെവൽ കുറച്ച് വെച്ചിട്ടുണ്ട് ഇപ്പൊ നേരത്തേനാട്ടും, കാരണം സ്റ്റാർട്ടിങ്ങിലെ വന്നൊരു എഫക്റ്റ് ഉണ്ടാക്കണ്ടല്ലോ. അപ്പൊ എന്തെങ്കിലും സംഭവിക്കുന്നത് നമ്മൾ സേഫ്റ്റി നമ്മൾ നോക്കണം. അപ്പൊ അതുകൊണ്ട് ലേശം കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ പ്ലേ ആക്കാൻ പോകുന്നു. അതിനെ കോപ്പറേറ്റ് അടിക്കുമെന്ന് പേടിയാണ്. അപ്പൊ ഞാൻ ചെറിയൊരു ബിറ്റാണ് ഇടുന്നത്. ഇപ്പൊ എന്താ കേട്ടത്, ആ ഒരു എഫക്റ്റ് കിട്ടിയില്ലേ. ആ ലോല് ഞാൻ ഇവിടെ മാസ്റ്ററാണ് കൂട്ടേണ്ടായത്, മാസ്റ്റർ ലെവൽ, കാരണം എനിക്ക് ഓവറോൾ ഔട്ട്പുട്ട് കുറവായിരുന്നു. അപ്പൊ നമ്മളെ ചാനൽ ടോപ്പ് ലെവൽ അടക്കം, ലെഫ്റ്റ് ആൻഡ് റൈറ്റില് ടോപ്പ് ലെവൽ അടക്കം നമുക്ക് കയറ്റേണ്ടി വന്നു. അപ്പോൾ ബേസ് ലെവൽ കയറി വന്നു, ബേസ് തുടരേണ്ടി വന്നില്ല. മറ്റേതോ ടോപ്പ് ലെവൽ ഉണ്ട് പക്ഷെ ബേസ് ലെവൽ ഇല്ല, അപ്പൊ ബേസ് മാത്രം കൂട്ടേണ്ടി വന്നു. നെക്സ്റ്റ് നോക്കാം. നേരത്തെ ഇപ്പൊ പാടിയ ആ ലെവലിൽ തന്നെയാണുള്ളത്, ഒരു ക്ലാസിക്കൽ സാധനമാണ്. ഒന്ന് പ്ലേ ആക്കാം. ഓവറോൾ കുറവാണ്. ബേസ് ആണ് കുറവ്. ഇനി നെക്സ്റ്റ് ഒരു 2 ബേസ് മ്യൂസിക്, കാരണം ബേസ് പ്രയോറിറ്റി ഉള്ള മ്യൂസിക് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതും കൂടി പ്ലേ ആക്കിയാൽ കുറച്ചുകൂടെ ക്ലാരിറ്റി ആവും. ഇയർഫോൺ ഉപയോഗിച്ചോട്ടോ. Close your eyes. NCS മ്യൂസിക്കാ, പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത്രയും പ്ലേ ചെയ്തതിൽ നമ്മളെ ആംപ്ലിഫയറിന്റെ ഫോൾട്ട് മാത്രമായിരിക്കില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്, ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാണ്. അതായത് സബ് ഓഫർ ബോക്സിന്റെയോ സബ് ഓഫറിന്റെയോ അല്ല ആംപ്ലിഫയറിന്റെയോ മാത്രമല്ല, പ്ലേസ്മെന്റ്, നമ്മൾ സബ് ഓഫർ എവിടെ വച്ചിരിക്കുന്നു ആ പ്ലേസ്മെന്റ്. പിന്നെ പറഞ്ഞാൽ നമ്മളെ ടോപ്പ് ലെവൽ, ഇപ്പോൾ സബ് ഓഫർ 12 ഇഞ്ചാണ്, നമ്മളെ ചാനൽ സ്പീക്കേഴ്സുകൾ 10 ഇഞ്ചാണ്. അപ്പൊ നമ്മൾ അതിനകത്ത് തമ്മിൽ ഇൻ ഫേസ് ആയിരിക്കണം. സബ് ഓഫർ ആൻഡ് ഓഫർ ഇൻ ഫേസ്, ഔട്ട് ഓഫ് ഫേസ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒന്നിനും ബേസ് കിട്ടില്ല. അത് ശ്രദ്ധിക്കേണ്ടതാണ്. പൊളാരിറ്റി ഔട്ട് ഓഫ് ഫേസ് ആണോ നോക്കുക. അത് പവേർഡ് സബ് ഓഫർ ആണെങ്കിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും,
ഇതിന്റെ മുകളിൽ നമുക്ക് യാതൊരു ഓപ്ഷൻസ് ഉണ്ടാവില്ല. നമ്മൾ പൊളാരിറ്റി കറക്റ്റായി കൊടുക്കണം. സാധാരണ നമ്മൾ അസംബിൾഡ് ഡെക്കുകൾ അങ്ങനത്തെ ആണെങ്കിൽ. അപ്പൊ ഔട്ട് ഓഫ് ഫേസ് ആകാതെ ഇൻ ഫേസിൽ വർക്ക് ചെയ്യണം. ഊഫർ ആൻഡ് സബ് ഊഫർ ഒരേപോലെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വരണം. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിൾ പരിപാടി നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഒരു 5 ഹെർട്സ് ഫ്രീക്വൻസി ഇട്ടിട്ട് ജസ്റ്റ് ഒരു മാക്സിമം പോയാൽ ഒരു 5 സെക്കൻഡ് പ്ലേ ആക്കി വെക്കുക. 5 to 10 സെക്കൻഡ്. അതിൻ്റെ ഉള്ളിൽ ഇത് രണ്ടും പ്ലേ ചെയ്യുന്നത് മുന്നോട്ടും ബാക്കോട്ടും ആണെന്ന് ഉറപ്പ് വരുത്തുക. അതല്ല ഓപ്പോസിറ്റ് ആണ് പ്ലേ ആവുന്നതെങ്കിൽ അത് ഫെയിലിയർ ആണ്. നിങ്ങൾ കറക്റ്റ് ആക്കണം. ഇപ്പോൾ ചാനൽ സ്പീക്കേഴ്സ് എല്ലാം പുറത്തേക്ക് ഇങ്ങനെ പ്ലേ ആകുമ്പോൾ സബ് ഊഫർ മാത്രമാണ് അകത്തേക്ക് പ്ലേ ആവുന്നതെങ്കിൽ സബ് ഊഫറിന്റെ പൊളാരിറ്റി മാറ്റുക. അപ്പൊ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കുക അത് എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് കണക്ഷൻ ഉള്ളത്. പിന്നെ പ്ലേസ്മെന്റ് പറഞ്ഞു, ഇപ്പൊ പൊളാരിറ്റി പറഞ്ഞു. പിന്നത്തെ കാര്യം, ഈ ആംബിലെ ക്രോസ് ഓവർ കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് എത്ര തന്നെ ക്വാളിറ്റി ഫയൽ ഇട്ടാലും എത്ര നല്ല ക്വാളിറ്റി ഊഫേഴ്സ് ഇട്ടാലും എങ്ങനെ ബോക്സ് ചെയ്താലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടില്ല. കാരണം ഇതിൽ ട്രാൻസ്ഫോമർ ഇപ്പോൾ പക്ക ആംബിയർ ആണ്, ഹൈ പവർ ബോർഡാണ്. പക്ഷെ ക്രോസ് ഓവർ പോയാൽ പോയി. അത് കറക്റ്റ് ആവണം. അത് കറക്റ്റ് അല്ലെങ്കിൽ ബേസ് ലെവൽ കുറയും. പിന്നെ പറഞ്ഞാൽ നമ്മളെ സബ് ഊഫർ ബോക്സിന്റെ പോർട്ടഡ് സബ് ഊഫർ ആണെങ്കിൽ അത് പോർട്ടിന്റെ ട്യൂൺഡ് ഫ്രീക്വൻസിയാണ് നമ്മൾ കേൾക്കുക. പോർട്ടഡ് ബോക്സ് ആണെങ്കിൽ ആ പോർട്ട് ട്യൂൺഡ് അല്ലെങ്കിൽ അവിടെ പരാജയമാണ്. അപ്പൊ ഇനി ഒരു മ്യൂസിക്കും കൂടി ഉണ്ട്, ലാസ്റ്റ് മ്യൂസിക്. അതും കൂടി പ്ലേ ആക്കി കാണിച്ചു തരാം. അതും ബേസ് മ്യൂസിക് ആണ്. എങ്ങനെയുണ്ട് ഇത് നോക്കിയാ? അപ്പൊ ബേസിന്റെ ആ ഒരു സംശയങ്ങൾ ഇനിയും നിങ്ങൾക്കുണ്ടെങ്കിൽ, അതായത് ബേസിന് കാരണം നിങ്ങളുടെ വീട്ടിലുള്ള ഓഡിയോ ഇതിൽ ഞാനിപ്പോ മുൻപ് പറഞ്ഞ ഏതെങ്കിലും ടിപ്സിൽ അതിലേതെങ്കിലും ഒന്നിൽ പരാജയമാണോ, ഏതെങ്കിലും ഒന്ന് തെറ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. പിന്നെ എത്രത്തോളം പവർഫുൾ ആണോ ആംപ്ലിഫയർ, അതിനനുസരിച്ചാണ് ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാവുക. അതല്ല വെച്ചാൽ നമുക്ക് ബേസ് കിട്ടും. കുറഞ്ഞ പവറുള്ള ആംപ്ലിഫയർ ആണെങ്കിൽ നമുക്ക് ബേസ് കിട്ടും, പക്ഷെ അതിന്റെ എക്സ്പീരിയൻസ് വ്യത്യാസം ഉണ്ടാവും. നമ്മളിപ്പോ ഇവിടെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മള് ഡ്രസ് വൈബ്രേഷൻ, നമുക്ക് ആ ഒരു ഫീൽ ഇല്ല, വൈബ്രേഷൻ, ആ ഒരു വൈബ്രേഷന്റെ വ്യത്യാസം ഉണ്ടാവും. അത് കൂടിയും കുറഞ്ഞിരിക്കും നമ്മുടെ ഔട്ട്പുട്ടിന്റെ പവർ കുറവാണെങ്കിൽ. അത്രേ ഉള്ള വ്യത്യാസം, അല്ലാതൊന്നും വ്യത്യാസമൊന്നും വരാനില്ല. നമുക്കിപ്പോ ഇപ്പൊ 50 ഹെർട്സ് ഇപ്പൊ 50 ഹെർട്സ് ഉണ്ടാവും. അപ്പൊ ആ ഒരു റേഞ്ച് നിങ്ങൾക്ക് ഇപ്പോ ആ ഒരു വൈബ്രേഷൻ നമുക്ക് കിട്ടില്ല. ഇപ്പൊ ആ ഒരു ബോഡി വൈബ്രേഷൻ കിട്ടില്ല. ഇപ്പൊ ഇവിടെയുള്ള ഐറ്റംസ് ഒക്കെ നീങ്ങും, അതൊന്നും കിട്ടില്ല. നിങ്ങൾക്ക് ആ ബേസ് ഫീൽ ചെയ്യും, നല്ല പക്കയായിട്ട് ഫീൽ ചെയ്യും, വൃത്തിയിൽ കേൾക്കും. വൈബ്രേഷൻ ഇല്ലാതെ ആ സെയിം എഫക്റ്റ് കിട്ടും. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ എന്താണ് ഇനി നിങ്ങൾക്ക് ഇതിൽ സംശയമുള്ളത് എന്നുള്ളത് അനുസരിച്ച് നിങ്ങൾ കമന്റിൽ അറിയിക്കുക. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മളെ ഫ്യൂച്ചർ വീഡിയോസ് വരും. ബേസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാന്ന് നമ്മൾ 100 വട്ടം പല തരത്തിലുള്ള വീഡിയോസ് ആയിട്ട് വായറ്റലച്ചിട്ട് നമ്മളെ ചാനലിൽ പറയുന്നുണ്ട്. ബേസ് ആയിരുന്നു മെയിൻ ക്യാരക്ടർ. ബേസ് ആണ് മെയിൻ ക്യാരക്ടർ നമ്മുടെ ചാനലിൽ. അതായത് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ മലയാളം എന്നുള്ള അത് ശരിക്കും പറഞ്ഞാൽ ബേസ് ആൻഡ് ബേസ് മലയാളം എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോ പറയാനുള്ളത് കുറച്ച് വൈഡർ ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഇപ്പൊ റൂം അക്വാസ്റ്റിക്സ്, അതായത് ബേസ് ട്രാപ്പ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. ഇനിയിപ്പോ അതൊന്നും നമുക്കിപ്പോ ഒരു നോർമൽ ഒരു വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിപ്പോ ആവശ്യമില്ല. അതൊക്കെ ഒരു സിനിമാറ്റിക് ആയിട്ട്, അതായത് ഒരു തിയേറ്റർ സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ റൂം ചെയ്യുന്നത് വളരെ ബെസ്റ്റാണ്. അങ്ങനെ ചെയ്യണം. അതായത് റൂം ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം മാത്രമേ ആ കൃത്യമായ സൗണ്ട് ലെവൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അവിടെ ബേസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കും. ഇപ്പൊ കുറച്ച് കാലമായിട്ട് നമ്മൾ ടിപ്സ് ഒന്നും പറയുന്നില്ല. നമ്മൾ കുറച്ച് പ്രാക്ടിക്കലും പിന്നെ കുറച്ച് റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് ഡൈവേർട്ട് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതായത് ശരിക്കും പറഞ്ഞാൽ ടിപ്സ്, ബേസ് ടിപ്സ്, ഓഡിയോ ടിപ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പൊ നമ്മൾ പറയണ്ടായില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ മുതൽ നമ്മൾ ഇനിയും അത് തന്നെ ടിപ്സ് തന്നെ കുറച്ച് ദിവസം, ഒരു 2 ആഴ്ച 3 ആഴ്ച മുമ്പോ മറ്റോ ഞാൻ ടിപ്സ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിരുന്നു. അത് നമ്മൾ ഇനിയും ടിപ്സ് തന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് ടിപ്സ് വിത്ത് റിവ്യൂ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും. അപ്പൊ ഈ വീഡിയോയിൽ പറഞ്ഞ മൊത്തം എന്റെ ഒരു എക്സ്പീരിയൻസ് ബേസ്ഡ് ഉള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക. അടുത്ത വീഡിയോ.